ഹലോ ഗായ്സ്, ഇതാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഞാൻ റൂം ക്ലീനിങ് ആണ് കേട്ടോ. ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ റൂം എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടണത്. അപ്പോൾ ഇതൊന്ന് മാക്സിമം ക്ലീൻ ആക്കി വെക്കണം എന്ന് എനിക്ക് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ലോങ് വീഡിയോ ആണ്. എൻ്റെ അടുത്ത് നല്ല ഫോണോ ഒന്നുമില്ല. ഈ വീഡിയോ ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്കറിയില്ല, കാരണം എല്ലാവർക്കും ഇഷ്ടം ഈസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോസ് കാണാനൊക്കെയാണ്. അപ്പോൾ ഈ റൂം ഒന്ന് ഈസ്തെറ്റിക് ആക്കി എടുക്കണം എന്നും പെയിൻറ്റ് അടിക്കണം എന്നും കുറേ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വേറെ വീട് വെക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. എന്നാലും ഇവിടെ ജീവിക്കണ കാലം ഈ വീടൊന്ന് എസ്തെറ്റിക് ആക്കണം എന്നും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്താവുന്നൊന്നും അറിയില്ല, നമുക്ക് ട്രൈ ചെയ്യാം. കാരണം ഇനി ഇത് എസ്തെറ്റിക് ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പെയിൻറ്റ് അടിക്കും. ഫുള്ള് മെസ്സായി കിടക്കുകയാണ്, കാരണം അടിയിലൊക്കെ നോക്കി കട്ടിലിൻ്റെ അടിയിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. കാരണം എങ്ങനെ വെക്കണം എന്നൊന്നും അറിയില്ല. ഒരു ജഗ പിടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇനിയും കിട്ടും ഒരുപാട് സാധനങ്ങൾ ഈ റൂമിലേക്ക് വരാൻ. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചേക്കാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് റൂം എസ്തെറ്റിക് ആക്കാം. അല്ലെങ്കിൽ എസ്തെറ്റിക് ആക്കണം, കാരണം ഇവിടെ നിൽക്കണ്ടേ ഒന്നുമില്ലാതെ. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, വീഡിയോയിൽ കാണുന്നത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമൊക്കെ, വലിയ സ്പേസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഷോ കേസ് ഉണ്ട്, പിന്നെ നമ്മൾ വെക്കുന്ന സാധനങ്ങൾ തന്നെയല്ലേ, കട്ടിലും ഒരു സ്റ്റഡി ടേബിൾ, മേശ, പിന്നെ ഒരു അലമാരി ഉണ്ട്. ഈ വീട്ടിൽ ആകെ ഉള്ളത് 3 റൂം. ഒന്നെങ്കിൽ നമ്മൾ ഈ വീട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വീട് മാറും. എന്താ ഒരു പ്ലാനിങ്ങിൽ ഞാൻ ആദ്യം തന്നെ ഒഴിച്ച് വെച്ചത് കട്ടിലാണ് കേട്ടോ. ആ കട്ടിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഷോ കേസൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ആ ടേബിൾ വയ്ക്കാനാണ്. ഇത് ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് ആ ക്രാഫ്റ്റ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഈ സാധനങ്ങളൊന്നും കാണാനില്ല, അപ്പോൾ ബ്രദറാണ് ഇതൊക്കെ അടുക്കി പെറുക്കി വെച്ചിനി. എന്നിട്ട് പിന്നെ ഞാൻ ഈ ഓർഗനൈസർ മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ സാധനം കൈ കിട്ടിയിട്ട് പിന്നെ ഞാൻ അതൊന്നും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ ഇതിൽ ഞാൻ വിചാരിച്ചു സ്കിൻ കെയർ വെക്കാം. അപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, സ്കൂൾ തുറക്കുമ്പോൾ വെക്കാം മറ്റേതൊക്കെ. എവിടേക്കാണ് അതിൻ്റെ കളേഴ്സും ബുക്കും ഒക്കെ കുറേ പഴയ ബുക്ക് ഞാൻ അവിടെ കൊടുക്കുന്നത് വെച്ചാൽ ഈ സ്കിൻ കെയർ ഞാൻ ഒന്ന് പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്കിതിൽ ചിലതൊക്കെ ഇഷ്ടമാണ്, ചിലതൊന്നും ഇഷ്ടമില്ല. അങ്ങനെയുള്ളതാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. എന്തോ സ്കിൻ കെയർ ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം അതിൻ്റെ റിവ്യൂ പറയാൻ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ചില സാധനങ്ങളൊന്നും ഞാൻ യൂസ് ആക്കലേ. ഈ പ്രൊമോഷൻ കണ്ട് കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചതാണ്. ചിലതൊക്കെ വേസ്റ്റ് ആണ്, ചിലതൊക്കെ യൂസ് ആണ്. ഹിമാലയൻ്റെ ക്രീമും പൗഡറും അതൊക്കെ ഞാൻ ഇന്നലെ വിചാരിച്ചു ഈ റൂം ഒന്ന് ക്ലീൻ ആയി ഇതാക്കണ വരെ ഇനി ഒരു സാധനം വാങ്ങൂല. സത്യം പറഞ്ഞപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങുകയാണ് വേണ്ടിയത്. ഒന്ന് റൂം ഒന്ന് ശരിയാക്കാനും ഒന്ന് എസ്തെറ്റിക് ആക്കി എടുക്കുക. സ്കൂൾ തുറക്കുമ്പോൾ എന്തായാലും ആ റൂമിൻ്റെ സ്റ്റഡി ടേബിളിൽ ശരിയാക്കണം, അല്ലെങ്കിൽ പിന്നെ പഠിക്കാനും തോന്നില്ല. ഹോംവർക്കും കൂടി ഡെക്കോറോ സ്റ്റഡി ടേബിൾ ഡെക്കോറോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വീഡിയോ അങ്ങനെ അപ്ലോഡ് ആക്കേണ്ടത്. അപ്പോൾ മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോ ഇവിടെ വരെ കാണുമെന്ന് പോലും, കാരണം ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് എന്താ വെച്ചാൽ ആരും കാണൂല, കാരണം എല്ലാവർക്കും ഇഷ്ടം എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ഷൂർ ചെയ്യാൻ പറ്റും. ആഫ്റ്റർ 1K എനിക്ക് എന്തായാലും എസ്തെറ്റിക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇൻഷാല്ലാ. കാരണം 1K ആയാൽ എൻ്റെ ഒരു മൈൻഡിലുണ്ട് എനിക്ക് ഫോണൊക്കെ വാങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. വീട് മാറുന്ന പ്ലാൻ ഉണ്ടായി. 1K ഒക്കെ ആകുമ്പോഴത്തേന് ക്യാഷൊക്കെ റെഡി ആകുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തെങ്കിലും കുറ്റക്കുറവൊക്കെ ഉണ്ടാവും, നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ റിപ്ലൈ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻറ്റൊക്കെ വായിക്കണം. എടോ ഫോൺ ഓഫ് ആയി, അതുകൊണ്ടാണ്. നെക്സ്റ്റ് വീഡിയോയിൽ